ശബരിമലയിൽ വൻ സ്വർണ്ണക്കൊള്ള നടന്നതായി സ്ഥിരീകരണം. ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ എത്തിച്ച ദ്വാരപാലക കട്ടിളപ്പാളികളിൽ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞതായി ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട്. 1998 പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞെന്നും പാളികളുടെ ഭാരത്തിൽ വ്യത്യാസമുണ്ടെന്നും VSSC ലാബിൽ നടന്ന പരിശോധനാ റിപ്പോർട്ടിൽ കണ്ടെത്തി. സ്വർണ്ണക്കൊള്ളയിലെ നിർണായക അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് എന്നിവർ ചേരുന്നു. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിച്ചിരിക്കുകയാണല്ലോ VSSCയിലെ പരിശോധനാ ഫലവും. കൂടുതൽ വിശദാംശങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ റിപ്പോർട്ടായിരുന്നു കഴിഞ്ഞ ദിവസം VSSC കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുകയും അതിനുശേഷം കൊല്ലം വിജിലൻസ് കോടതി അത് SITക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും ആ റിപ്പോർട്ടിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമല്ല. പക്ഷേ ലഭ്യമായ വിവരം അനുസരിച്ച് VSSCയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതാണ്ട് 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് VSSC ഇപ്പോൾ SITയുടെ പക്കലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൽ പരിശോധിക്കുമ്പോഴാണ് 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ പാളികളിൽ അതിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠങ്ങളും അതേപോലെ തന്നെ കട്ടിളപ്പാളിയിലും സ്വർണ്ണങ്ങളിൽ തൂക്കത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് VSSCയുടെ പരിശോധനാ ഫലം. സമാന ദിവസം അതായത് 1998 തന്നെ സ്വർണം പൂശിയ മറ്റു പാളികൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ SIT എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം ഈ പാളികൾ ഒറിജിനൽ തന്നെയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കും. SITയുടെ കണ്ടെത്തൽ കൂടി വിലയിരുത്തിയാകും ഇങ്ങനെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നാളെ സമർപ്പിക്കുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ഇളക്കിക്കൊണ്ട് പോയതിനു ശേഷം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിലും അതേപോലെ തന്നെ കട്ടിളപ്പാളിയിലും സ്വർണ്ണത്തിൽ കുറവ് വന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എത്ര ഗ്രാം കുറവ് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, അനുമാനങ്ങളായി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഏതായാലും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിന്റെ തുടരന്വേഷണത്തിൽ. കേസന്വേഷണത്തിന്റെ ഗതി തന്നെ നിശ്ചയിക്കുന്ന തരത്തിലേക്ക് ഉള്ളൊരു റിപ്പോർട്ട്, ആ സ്വഭാവത്തിലുള്ള റിപ്പോർട്ടായി കൂടി ഇതിനെ SIT വിലയിരുത്തുന്നുണ്ട്. ഏതായാലും നാളെ ഹൈക്കോടതി ഇതിന്മേൽ നടത്തുന്ന ഉത്തരവ് അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യും. ദിലീപ് കുമാർ, ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി ചേരുന്നു. വിഷ്ണു, ഈ നാളെ പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 4ാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത്. ഇതിൽ പ്രത്യേകതയുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ടാണ്. നേരത്തെ കഴിഞ്ഞ തവണയൊക്കെ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ അതിൽ കോടതി പുറത്തിറക്കിയ ഉത്തരവിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ഈ പരിശോധനാ ഫലം നിർണായകമാണെന്ന്. ആ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുമ്പോൾ അത് പരിശോധിച്ച ശേഷം ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കാൻ പോകുന്ന നിലപാടും ഏറെ നിർണായകമായിരിക്കും. ഒപ്പം ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള അന്വേഷണത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇനി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്നുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകാനുള്ള സാധ്യതയും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നാളത്തെ കോടതി നടപടിയെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ 6 ആഴ്ച കൂടി സമയം SITക്ക് നൽകിയിട്ടുണ്ട്. അതിന് പക്ഷേ അവസാനത്തെ ഒരു 6 ആഴ്ച സമയമായിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് അടക്കം പെട്ടെന്ന് തന്നെ കോടതിയിൽ സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുള്ളത്. നാളെ കൃത്യം 11 മണിയോടുകൂടി തന്നെ ദേവസ്വം ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും. അതിന്മേൽ തുടർ നടപടികൾ ഉണ്ടാകും. ഒരുപക്ഷെ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കൂടി നാളെ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നാളെ ഒരു നിർണായകമായ ദിവസമാണ് കോടതിയിൽ. ദിലീപ് കുമാർ, ശബരിമലയിൽ വൻ സ്വർണ്ണക്കൊള്ള നടന്നതായി VSSC ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ദ്വാരപാലക ശില്പത്തിലും കട്ടിളപ്പാളികളിലുമാണ് സ്വർണത്തിന്റെ അളവ് കുറഞ്ഞതായി ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നാളെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.